ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ഷവായ. എളുപ്പത്തിന് നമുക്ക് പ്രവാസ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഷവായ തയ്യാറാക്കാം, അതും കുക്കറിൽ. അപ്പം അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കുന്ന ഇതിനുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്. മഞ്ഞൾപ്പൊടി ഇടാം, മസാല ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, അനുസരിച്ചുള്ള ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം, മതി. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് നമുക്ക് ശകലം തൈര് ഇട്ട് കൊടുക്കാം. ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കാം. ശേഷം നമുക്കിത് ശേഷമുള്ള അവസ്ഥയിലാണ്. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത്, ഇതാണ് അവസ്ഥ. ചിക്കൻ്റെ അവസ്ഥ. നേരെ കുക്കറിലോട്ട് വയ്ക്കുന്നു. അരമണിക്കൂർ 3/4 മണിക്കൂർ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി കാരണം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ 1.5 മണിക്കൂർ റെസ്റ്റിനിരുന്നു. എണ്ണയോ ഒന്നും ഒഴിക്കാറില്ല. ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളിനി 2 ഫിസിൽ, ഓക്കെ, 2 ഫിസിൽ നമ്മൾ അടിച്ചെടുക്കുക. നമ്മൾ അടുപ്പ് പോട്ട് വയ്ക്കുക, ടച്ച് ആദ്യം വലിയ തീയിൽ, ആദ്യത്തെ ഫിസിൽ വലിയ തീയിൽ, പിന്നെ നമുക്ക് തീ കുറച്ചിട്ടിട്ടും 1 ഫിസിലും കൂടെ, അങ്ങനെ 2 ഫിസിൽ. ഓക്കെ, ഫിസിൽ അടിച്ചു. തീ കുറച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ തീയിൽ കൊണ്ടിട്ട് 1 ഫിസിലും കൊണ്ട് അടിപ്പിക്കാനും ചെയ്യുന്നു. കാരണം കുറച്ചും കൂടെ വലിയ കോഴിയായതുകൊണ്ട് ഫിസിലും കൂടെ കേൾപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, കുക്കറിൽ നിന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് ഒന്ന് കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എണ്ണയിലിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷവായ കണക്ക് കിട്ടും. ഫൈനൽ ലുക്ക്, നമ്മുടെ ഫൈനൽ സാധനം. ഓക്കെ.